ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ ചർച്ചകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രസ്താവനയിലേക്ക് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് അതിരൂപതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് അതിരൂപതയിലെ വൈദികരെയും ആത്മായരെയും ഒറ്റയ്ക്കും ചെറിയ ഗ്രൂപ്പുകളുമായും കണ്ട് ചർച്ചകൾ നടത്തിവരികയാണ്. അഭിവന്യ പിതാവുമായി സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും താൽപര്യമുള്ളവർക്ക് സെക്രട്ടറി അച്ഛനുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി സമയം ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവന്യ പാമ്പ്ളാനി പിതാവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ചില ഗ്രൂപ്പുകളും വ്യക്തികളും പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധം ചില വിഷയങ്ങളിൽ ധാരണയായെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിനും പരസ്പര വിശ്വാസം വളർത്തുന്നതിനും മുറിവുകൾ ഉണക്കുന്നതിനും വേണ്ടിയാണ്. ചർച്ചകളുടെ വെളിച്ചത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചിച്ചതിനു ശേഷം മാത്രം അറിയിക്കുന്നതാണ് എന്ന നിലപാട് അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവ് തുടക്കം മുതൽ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്നതിനും ചർച്ചകളെ വഴിതിരിച്ചുവിടാനും ശ്രമിക്കുന്നത് നിലപാടുകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വിവിധ തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം അതിരൂപതയ്ക്ക് നന്മയാകുന്ന തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്നതിനാണ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അനവസരത്തിലുള്ള പത്രപ്രസ്താവനകളോ പത്രസമ്മേളനങ്ങളോ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളോ ആരും നടത്തരുത്. അതിരൂപത PRO നൽകുന്നതായിരിക്കും അതിരൂപതയുടെ ഔദ്യോഗിക നിലപാടുകളും തീരുമാനങ്ങളും. കൂരിയ ഉൾപ്പെടെ കാനോനിക സമിതികളുടെ പുനഃസംഘടന സമയബന്ധിതമായി നടത്തും എന്ന പിതാവിന്റെ അറിയിപ്പ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കും വിധം ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിന്റെ സുചിന്തിതമായ സമ്മതം ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ ഉചിതമായ വേദികളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അതിരൂപതയിലെ ഏതാനും വൈദികർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കാനോനിക നടപടികളുടെ സ്വഭാവവും സാഹചര്യവും പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പിതാവ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഒരു നടപടിയും പിൻവലിച്ചതായി പിതാവ് അറിയിച്ചിട്ടില്ല. ഇതിനോടകം കാനോനിക നടപടികൾ ആരംഭിച്ചവരുടെ കാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവിലും കാരണം കാണിക്കൽ നോട്ടീസിലും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടതാണ്. ഇതുവരെ മറുപടി അറിയിച്ചിട്ടില്ലാത്തവർ ഇന്നു മുതൽ 7 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകേണ്ടതാണെന്ന് അഭിവന്യ പിതാവ് അറിയിക്കുന്നു. പ്രസ്തുത വൈദികരുടെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ശിക്ഷണ നടപടികളിൽ ഒഴിവ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ. വൈദികരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ശിക്ഷണ നടപടികൾക്ക് വിധേയരായിട്ടുള്ള വൈദികർ തെറ്റിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂദാശകളും കൂദാശാനുകരണങ്ങൾ പരികർമ്മം ചെയ്യുന്നതിനോ മുതിരരുത്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാ സംവിധാനങ്ങളും അതിരൂപത സ്ഥാപനങ്ങളും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന് വൈദികർ ഉറപ്പാക്കേണ്ടതാണ്. വൈദികർക്കും സമർപ്പിതർക്കും ആത്മായർക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എപ്പോൾ വേണമെങ്കിലും അരമനയിൽ വരുന്നതിനും ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. പിതാവിനെ കാണണമെന്നുള്ളവർ സമയം മുൻകൂട്ടി സെക്രട്ടറി അച്ഛന്റെ പക്കൽ നിന്ന് വാങ്ങാവുന്നതാണ് എന്നും എറണാകുളം അങ്കമാലി അതിരൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.